ഹായ് ഗൈസ്, ഇന്നലെ തൊട്ട് ഈ ലോകത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പേരാണ് അദാനി. അതുപോലെ തന്നെ അദാനിയുടെ സ്റ്റോക്ക് എല്ലാം തന്നെ ഇടിഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ ഈ ന്യൂസ് കാണുമ്പോൾ മൂന്ന് ടൈപ്പുള്ള ആൾക്കാരാണ് പൊതുവെ ഇന്ത്യയിലുള്ളത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ചാൽ, അതായത് അദാനിക്കെതിരെ ഇങ്ങനെ ന്യൂസ് വന്നു കഴിഞ്ഞപ്പോൾ അദാനി ഏറ്റവും വലിയൊരു കൊള്ളക്കാരനാണ്, അതുപോലെ തന്നെ ഏറ്റവും വലിയൊരു ഫ്രോഡ്സ്റ്റർ ആണ്, സ്കാംസ്റ്റർ ആണ്, അതുപോലെ തന്നെ അദാനിനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ അദാനി ഈ ലോകം മൊത്തം മുടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം ആൾക്കാർ, ബേസിക്കലി പറയുകയാണെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. ഇനി രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചാൽ, അതായത് അദാനിക്കെതിരെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അലിഗേഷൻസ് വരുമ്പോൾ ഇത് ഇന്ത്യക്കെതിരെ മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന ഓരോ കഥകളാണ്, ഇന്ത്യനെ തകർക്കാൻ വേണ്ടി ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേസിക്കലി പറയുകയാണെങ്കിൽ BJP-നെ സപ്പോർട്ട് ചെയ്യുന്നവര്. ഇനി മൂന്നാമത്തെ ടൈപ്പുള്ള ആൾക്കാർ, അതായത് കൃത്യമായി എല്ലാ കാര്യങ്ങളും മനസ്സിലായിട്ടില്ലാത്ത ആൾക്കാർ, അതായത് ഈ ന്യൂസ് ചാനലിലെല്ലാം കേട്ട് കാണും, അതായത് അദാനി എന്റർപ്രൈസ് അല്ലെങ്കിൽ അദാനി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലെ, അതായത് ഈ രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം പൈസ കൊടുത്തുകൊണ്ട് ഈ കോൺട്രാക്ട് വാങ്ങി ഈ പേരിൽ, അതായത് US കോടതി സമൺ അയച്ചു, അല്ലെങ്കിൽ US കോടതി അദാനിനെ അറസ്റ്റ് വാറന്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ പലർക്കും ഉള്ള ഒരു സംശയമായിരിക്കും, അതായത് ഇന്ത്യൻ കോടതിയിലല്ല ശരിക്കും ഈ കേസ് വരേണ്ടത്, അതായത് ആർക്കാണ് അദാനി പൈസ കൊടുത്തത്? ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കൾക്കും അതേ ഇന്ത്യൻ ഗവൺമെന്റിനാണ് ഈ പൈസ കൈക്കൂലിയായി കൊടുത്തത്. അപ്പോൾ ഈ കൈക്കൂലി കേസ് ഇന്ത്യൻ കോടതിയിൽ വരാതെ എന്തുകൊണ്ട് അമേരിക്കൻ കോടതിയിൽ വന്നു? അപ്പോൾ ഈ ചോദ്യം അത് അധികം ആൾക്കാർക്കില്ലെങ്കിലും ഒരു പെർസെന്റേജ് ആൾക്കാർക്ക് എങ്ങാനും വരാൻ സാധ്യതകളുണ്ട്. എനിക്കും വന്നിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുകയും അത് മൊത്തം നിങ്ങൾക്ക് സിമ്പിളായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ മൂന്ന് ടൈപ്പ് ആൾക്കാരാണ്. അപ്പോൾ ഈ മൂന്ന് ടൈപ്പ് ആൾക്കാരും കുറ്റം പറയരുത്. അതായത് അദാനി ഏറ്റവും വലിയൊരു സ്കാംസ്റ്റർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വിഭാഗം ആൾക്കാർ പറയുന്നതിൽ ഒരു സർട്ടൻ പെർസെന്റേജ് ഓഫ് സത്യമുണ്ട്. ഇനി അദാനിക്കെതിരെ വരുന്ന ഓരോ കാര്യങ്ങളും ആന്റി നാഷണലിസം അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ വരുന്നേ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് തന്നെ അതിലും കുറെ സത്യങ്ങളുണ്ട്. ഇനി മൂന്നാമത്തെ ടൈപ്പ് ആൾക്കാർ, അതായത് സത്യം എന്താണെന്ന് മനസ്സിലാകാത്തവർക്കും, ഇവർ മൂന്ന് പേര് പറയുന്നതിൽ കുറെ സത്യങ്ങളുണ്ട്, അത് മീഡിയാസ് ഒന്നും തന്നെ ഓപ്പണായി കാണിക്കുന്നില്ല. അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നത്. അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, അമേരിക്ക ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, അതുപോലെ തന്നെ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ഇവർ രണ്ടുപേരും അമേരിക്കയിലെ, അതായത് അമേരിക്കൻ സ്റ്റേറ്റ് ലോയർ അല്ലെങ്കിൽ അമേരിക്കന്റെ ഗവൺമെന്റ് ലോയറിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് അവര് ന്യൂയോർക്കിലുള്ള ഒരു കോടതിയിൽ പോയി സമീപിക്കുകയാണ്. അപ്പോൾ ന്യൂയോർക്കിലുള്ള കോടതിയിൽ പോയിട്ട് അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അതായത് അദാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ബില്യനിയർ അല്ലെങ്കിൽ ഏഷ്യയിലെ ബില്യനിയർ അമേരിക്കയിൽ വന്നു. അമേരിക്കയിൽ വന്നതിന് ശേഷം ഇവിടെയുള്ള ഇൻവെസ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരോട് പറഞ്ഞു, അതായത് ഇന്ത്യയിൽ എനിക്ക് ഇന്ന പ്രോജക്റ്റ് എല്ലാം വരാൻ പോകുന്നു. അപ്പോൾ ഈ പ്രോജക്റ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ അദാനിക്ക് എന്താണ്, അദാനിന്റെ സ്റ്റോക്ക് പ്രൈസ് കൂടും, കാരണം അദാനിക്ക് ലാഭം വരും. ഇതുകൊണ്ട് ആ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ലാഭം കിട്ടും. അപ്പോൾ അമേരിക്കയിൽ വന്ന് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സിന്റെ അടുത്ത് അദാനി കൺവിൻസ് ചെയ്യാണ്, അതായത് നിങ്ങൾ എന്റെ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യും, അടുത്ത ഇത്ര വർഷം കൊണ്ട് എനിക്ക് ഈ പ്രോജക്റ്റുകളെല്ലാം തന്നെ ഈ ഗവൺമെന്റ് എല്ലാം തന്നെ അലോക്കേറ്റ് ചെയ്ത് തന്നു. അതായത് ഇപ്പോൾ കേരള സർക്കാർ ഈ സ്ഥലത്ത് എനിക്ക് ഈ ഒരു പോർട്ട് തന്നു, അതുപോലെ തന്നെ തമിഴ്നാട് സർക്കാർ ഈ സ്ഥലത്ത് എനിക്ക് ഈ എയർപോർട്ട് തന്നു, അതുപോലെ തന്നെ ഗുജറാത്ത് സർക്കാർ എനിക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് തന്നു, അതുപോലെ തന്നെ മഹാരാഷ്ട്ര സർക്കാർ എനിക്ക് സോളാർ പവർ പ്ലാന്റ് എനർജി തന്നു. അപ്പോൾ ഇങ്ങനെ ഓരോ സർക്കാരും ഇങ്ങനെ തന്നുകൊണ്ട് എന്റെ സ്റ്റോക്ക് പ്രൈസ് എന്തായാലും കൂടും. അതുകൊണ്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും 8 to 9% ലാഭം എല്ലാ സ്റ്റോക്കിൽ നിന്നും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട്, അതും പ്രത്യേകിച്ച് ഗ്രീൻ എനർജിയിലെല്ലാം കിട്ടും എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്തുകൊണ്ട് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒരു കേസാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ, അതായത് അമേരിക്കൻ ഇൻവെസ്റ്റേഴ്സ് അദാനി സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ കോടതി കേസ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇന്ത്യൻ ആൾക്കാർക്കെല്ലാം കൈക്കൂലി കൊടുത്താണ് ഈ അദാനി കൊടുത്തേ എന്ന് പറഞ്ഞല്ലോ. അതായത് ഈ എല്ലാ ഗവൺമെന്റും കൈക്കൂലി കൊടുത്തിട്ടാണ്, പ്രത്യേകിച്ചും ഇവർ പറയുന്നത് ആന്ധ്രാപ്രദേശ്, ഒറീസ, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, അതുപോലെ തന്നെ തമിഴ്നാട്, ജമ്മു കാശ്മീർ, ഈ സ്ഥലങ്ങളിലുള്ള സംസ്ഥാനങ്ങളിലുള്ള ചീഫ് മിനിസ്റ്റേഴ്സിനോ അല്ലെങ്കിൽ ആ ഗവൺമെന്റിനുള്ള ആൾക്കാർക്കെല്ലാം പൈസ കൊടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് വാങ്ങിയത്, അതായത് കൈക്കൂലി കൊടുത്തിട്ടാണ് ഈ പ്രോജക്റ്റ് വാങ്ങിയേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൈക്കൂലി കൊടുത്ത് വാങ്ങിയതിനും US ഇൻവെസ്റ്റേഴ്സിനും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഒരു പക്ഷേ US കോടതിയിൽ പറയുന്ന കാര്യം ഇതാണ് കേട്ടോ, അല്ലാണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു പക്ഷേ ഇന്ത്യൻ കോടതിയോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഏജൻസി പറയുകയാണെങ്കിൽ അദാനി ഇങ്ങനെ തട്ടിപ്പ് നടത്തി, അതുകൊണ്ട് തന്നെ ഈ കേസ് അദാനിക്കെതിരെ നടത്താൻ പോവാണ്, അദാനിനെ അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് ഇന്ത്യൻ കോടതി ഒരു വിധി വരികയാണ് എന്നുണ്ടെങ്കിൽ അദാനിനെ അറസ്റ്റ് ചെയ്യും. അപ്പോൾ അദാനിനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഈ കള്ളങ്ങളെല്ലാം പുറത്തു വരുമ്പോഴും, അതായത് ഈ തട്ടിപ്പെല്ലാം പുറത്തു വരുമ്പോൾ എന്താ സംഭവിക്കുക, അദാനിന്റെ സ്റ്റോക്ക് പ്രൈസ് എല്ലാം താഴോട്ട് പോകും. അപ്പോൾ ഈ അദാനിന്റെ സ്റ്റോക്ക് പ്രൈസ് എല്ലാം താഴോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക,
ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാവർക്കും നഷ്ടം സംഭവിക്കും. അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്ത കുറച്ച് ആൾക്കാർ ഈ US-ലുണ്ട്. അതായത് ഈ US ഇൻവെസ്റ്റേഴ്സ് 250 മില്യണോളം ഇൻവെസ്റ്റ് ചെയ്തു എന്ന് അറിയില്ലേ. അപ്പോൾ ഇവരുടെ പൈസ ഇല്ലാണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ US കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. അതായത് വിധി പറഞ്ഞിട്ടില്ല, ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇനിയും കുറ്റവാളിയാണ് എന്ന് അദാനിനെ ഒരു കോടതിയും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അടുത്ത വരാൻ പോകുന്ന പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപിനെതിരെയും 2 വട്ടം ഇതേ US കോടതിയിൽ ഇങ്ങനെ കേസ് നടന്നതിന് ശേഷമാണ് പിന്നെ കുറ്റവാളി അല്ല എന്ന് ഇതേ കോടതി തന്നെ വിധിച്ചത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇപ്പോൾ അദാനിക്കെതിരെയും ഇങ്ങനെ ഒരു അലിഗേഷൻസ് മാത്രം, അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടന്നു. ഇനി ഇത് പ്രൂവ് ചെയ്യേണ്ടത് അദാനിന്റെ ഭാഗത്തു നിന്നാണ്. അതായത് ഇതൊന്നും സംഭവിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതിൽ സത്യാവസ്ഥ എന്താണെന്ന് പറയുമ്പോൾ കോൺഗ്രസിലുള്ള ആൾക്കാർ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ അവർ പറഞ്ഞ ഒരു വിഷയം അവർ ക്ലിയർ ആയി കാണും. അതായത് എന്തുകൊണ്ടാണ് അദാനി വന്നത്. ഇനി ഇത് ആന്റി ഇന്ത്യൻ ആണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഇന്ത്യയിലെ ഈ സംസ്ഥാനങ്ങളായ തമിഴ്നാട് ആയിക്കോട്ടെ, ഒറീസ ആയിക്കോട്ടെ, ആന്ധ്രാപ്രദേശ് ആയിക്കോട്ടെ, ഛത്തീസ്ഗഡ് ആയിക്കോട്ടെ, ജമ്മു കാശ്മീർ ആയിക്കോട്ടെ, ഇവിടെയൊന്നും തന്നെ അദാനിക്കെതിരെ ഇങ്ങനെ ഒരു കോടതി കേസ് പോലും ആയിട്ടില്ല. അതായത് ഈ ഗവൺമെന്റ് കൊടുത്തില്ല, ഗവൺമെന്റിനാണ് പൈസ കൊടുത്തതെന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിനെതിരെയോ അദാനിക്കെതിരെയോ ഇവിടെ ഒരു കേസ് നടന്നിട്ടില്ല. അപ്പോൾ അതിനു മുമ്പ് തന്നെ അവരവിടെ കണ്ടുപിടിച്ച് അവരവിടെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു ആലോചന ഉണ്ടാവില്ലേ? കാരണം എന്താ വെച്ചാൽ ഡീപ് സ്റ്റേറ്റ് കളിക്കുന്നുണ്ടാവില്ലേ? അതാണ് ഞാൻ പറയുന്നത്. അതായത് ഇവിടെ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കേസ് നടക്കുകയാണെങ്കിൽ ഓക്കെ, പക്ഷെ ഇവിടെ അങ്ങനെ ഒരു കേസ് നടക്കുന്നില്ല. അപ്പോൾ ഫ്യൂച്ചറിനെ ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അവർ ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പിന്നിൽ അതായത് ഈ BJP പറയുന്ന ആന്റി ഇന്ത്യ അല്ലെങ്കിൽ ആ ഒരു ഡീപ് സ്റ്റേറ്റ് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞതും BJP-ക്കാർ പറഞ്ഞതിലും ചെറിയ ചെറിയ സത്യങ്ങളുണ്ട് എന്ന് മനസ്സിലായില്ലേ? ഇനി മനസ്സിലാവാത്തവർക്കും ഏകദേശം കാര്യങ്ങൾ പിടികിട്ടിയില്ലേ? അതായത് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഫ്രോഡ്സ്റ്റർ നടക്കുന്നുണ്ടെങ്കിൽ അവിടുന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാരുടെ പൈസ പോകും. അതുകൊണ്ടാണ് ഈ US കോടതിയിൽ കേസ് എടുത്തിരിക്കുന്നത്. അതും കേസ് മാത്രമോ എടുത്തിട്ടുള്ളൂ, ഇപ്പോൾ അലിഗേഷൻസ് മാത്രമേ ഉള്ളൂ. അലിഗേഷൻസ് ഒരിക്കലും ഒരാളെ കുറ്റവാളിയാണ് ഒരു കോടതിയും അംഗീകരിക്കുന്നില്ല. ഇനി അദാനി കുടുംബം അദാനി എന്റർപ്രൈസിലുള്ള ആൾക്കാരില്ലെന്ന് ഇതിന് പ്രൂവ് ചെയ്തു ഇത് ഫ്രീ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് കംപ്ലീറ്റ് ആയിട്ടും ഇല്ലാണ്ടാവും. പക്ഷേ ഇതിൽ പ്രത്യേകത എന്താ വെച്ചാൽ അടുത്ത വരാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് ആണ്. അപ്പോൾ ട്രംപ് വരികയാണെങ്കിൽ ഇച്ചിരി കൂടെ അനുകൂലമായ ഒരു തീരുമാനം വരും എന്ന് പലരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും കംപ്ലീറ്റ് ആയിട്ടും അദാനിനെ കുറ്റവിമുക്തനാക്കാൻ ട്രംപിനെ കൊണ്ട് കഴിയില്ല. കാരണം ഇത് കോടതി തീരുമാനമാണ്. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ ഇപ്പോൾ പെട്ടെന്ന് ജോ ബൈഡന്റെ ഒരു ചെറിയൊരു കളി ഇല്ലാന്ന് എനിക്കും പറയാൻ പറ്റില്ല. കാരണം ജോ ബൈഡൻ പോകുന്നതിന് മുമ്പാണ് ഈ റഷ്യ ഉക്രൈൻ പ്രശ്നം ഇത്ര രൂക്ഷമാക്കി വിട്ടത്. അതുപോലെ തന്നെ ഈ ഇന്ത്യ പ്രശ്നം, അതായത് ഈ യുനെസുമായിട്ട് അദാനിയായിട്ട് ഒരു ചെറിയൊരു ഒരസലുണ്ട്. അപ്പോൾ അതിനൊരു പണി കൊടുക്കട്ടെ എന്ന വിചാരത്തിലും ചെയ്യാനും സാധ്യതകളുണ്ട്. അപ്പോൾ ഇതാണ് യഥാർത്ഥ കാര്യം.